പലരും ചിന്തിക്കുന്നത് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഒരു അസുഖമായിട്ടാണ്. ശരിക്കും അതൊരു അസുഖമല്ല, അതൊരു അസുഖ ലക്ഷണമാണ്. അതായത് നമുക്ക് ജലദോഷം വരുന്ന സമയത്ത് നമുക്ക് മൂക്കിൽ നിന്ന് മൂക്കൊലിപ്പ് വരും, അല്ലെങ്കിൽ തുമ്മൽ വരും. ഇതെല്ലാം ആ അസുഖത്തിന്റെ കൂടെ വരുന്ന ലക്ഷണങ്ങളാണ്. അതുപോലെ വേറെ എന്തെങ്കിലും ഉള്ളിൽ ഉണ്ടാകുന്ന, അതായത് ലിവറിന് പ്രോബ്ലം വരുന്ന ഒരു അസുഖം വരുമ്പോൾ അത് പുറത്തേക്ക് നമുക്ക് കാണിക്കപ്പെടുന്നത് മഞ്ഞപ്പിത്തമായിട്ടാണ്. അപ്പോ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഒരു അസുഖ ലക്ഷണമാണ്. ഇനി നമുക്കിപ്പോ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞപ്പിത്തത്തിന്റെ കാരണം എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷൻ ആണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് വൈറൽ ഇൻഫെക്ഷൻ ആണ്. അതിൽ ഒരുപാട് വൈറസുകൾ ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. ഇതില് ഇപ്പോ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇടയിലുള്ള മഞ്ഞപ്പിത്തത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസിന്റെ ഇൻഫെക്ഷൻ ആണ്. ഈ വൈറസ് എങ്ങനെ നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അസുഖമുള്ള ഒരാളിന്റെ മലവിസർജനം കാരണം മലിനീകരണപ്പെട്ട, അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളമോ ആഹാരമോ നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ വൈറസിന്റെ ഇൻഫെക്ഷൻ കിട്ടുന്നത്. അപ്പോ ഈ ഇൻഫെക്ഷൻ കിട്ടിയ ഉടനെ നമുക്ക് ആ അസുഖം പുറത്തു വരുമോ? ഇല്ല. ആ ഇൻഫെക്ഷൻ ഉള്ളിൽ കയറി കഴിഞ്ഞതിന് ശേഷം 15 മുതൽ 50 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ആ ഹെപ്പറ്റൈറ്റിസിന്റെ, അതായത് മഞ്ഞപ്പിത്തം ആയിട്ട് വരുന്നത്, അതായത് ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പുറത്തു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും ഈ സമയത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടിരിക്കും. അപ്പോ വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്നു, അത് വന്നു പോയി എല്ലാം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴായിരിക്കും നമുക്ക് അടുത്ത ആൾക്ക് ഇൻഫെക്ഷൻ കിട്ടുക. ഇങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് പ്രഗ്നൻസി ആയിട്ട് എടുക്കാം. പ്രഗ്നൻസിയിൽ ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും വൈറസ് കാരണം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് നമ്മളെ വളരെ കെയർഫുൾ ആയിരിക്കണം. സാധാരണ ആൾക്കാരിൽ ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. തന്നെ ഒരു അസുഖമായിട്ട് വരുന്നു, മഞ്ഞപ്പിത്തം കുറച്ചൊന്ന് കൂടുന്നു, അത് കഴിഞ്ഞ് തന്നെ അത് മാറുന്നു, പേഷ്യന്റ് അബ്സല്യൂട്ട്ലി നോർമൽ ആവും. ഒരു 1-1.5 മാസം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പ്രഗ്നൻസിയെ സംബന്ധിച്ചിടത്തോളം ലിവർ ഫെയിലറും അല്ലെങ്കിൽ അമ്മയുടെ മരണം വരെ സംഭവിക്കാൻ കഴിവുള്ള 2 വൈറൽ ഇൻഫെക്ഷൻസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഹെപ്പറ്റൈറ്റിസ് എനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം നമ്മുടെ ഇടയിൽ ഏറ്റവും ഇപ്പൊ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എയുടെ ഇൻഫെക്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്, അതായത് ഉള്ളിൽ വൈറസ് കയറിയാൽ എപ്പോ പുറത്ത് സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് ഇതിന് വരുന്ന ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിക്കവാറും പേർക്ക് വലിയ ലക്ഷണങ്ങളൊന്നും കാണൂല. ചിലര് ചെറിയൊരു പനി, ഒരു ക്ഷീണം അങ്ങനെ ആയിരിക്കും വരിക. ചിലർക്കത് ഓക്കാനം, ഛർദി അല്ലെങ്കിൽ വയറിളക്കമായിട്ടായിരിക്കും വരിക. ചിലർക്ക് വയറിൽ ഉണ്ടാകുന്ന വേദന ആയിരിക്കും ലക്ഷണമായിട്ട് കാണുക. ചിലർക്ക് അത് ഫ്രാങ്ക് ആയിട്ട് മഞ്ഞപ്പിത്തമായിട്ട് തന്നെ കാണും. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന്റെ വെള്ളയിൽ മഞ്ഞ ഉണ്ടാകാം, കൈകളിൽ മഞ്ഞ ഉണ്ടാകാം, നഖങ്ങളിൽ മഞ്ഞ ഉണ്ടാകാം, മൂത്രം പോകുന്നത് അമിതമായ മഞ്ഞ കളറിൽ പോകാം. ഇനി മോഷൻ പോകുന്നത് ക്ലേ കളർഡ് സ്റ്റൂൾസ് എന്ന് പറയും, അതായത് കളിമണ്ണിന്റെ കളറുള്ള മോഷൻ ആയിരിക്കും അങ്ങനെയുള്ളവർ പാസ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ ദേഹം ഫുള്ള് ചൊറിച്ചിലായിട്ട് വരാം. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോപ്പർ ആയിട്ടൊരു സിംറ്റം ഇല്ലാതെയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഇൻഫെക്ഷൻ വരുന്നത്. അത് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ മഞ്ഞപ്പിത്തമായിട്ട് തന്നെ പുറത്തു വരണം എന്നില്ല, ചെറിയൊരു ക്ഷീണം കാണിച്ചതങ്ങ് കടന്നു പോകും. പക്ഷെ വലിയ ആൾക്കാർ വരുമ്പോൾ കുറച്ചുകൂടെ ലക്ഷണങ്ങൾ കൂടുതലായി കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് പ്രഗ്നൻസിയിലോട്ട് വീണ്ടും വരാം. പ്രഗ്നൻസിയിൽ ഹെപ്പറ്റൈറ്റിസ് എ വന്നാൽ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് സിവിയർ ആയിട്ടുള്ള ലിവർ ഡാമേജ് വരാനും ലിവർ ഫെയിലിയർ വരാനും അത് കാരണം അമ്മയുടെ ജീവൻ വരെ അപകടത്തിലാവാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാരും ചോദിക്കും, ഇനി എന്റെ കുഞ്ഞിനെ ബാധിക്കുമോ എന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. എല്ലാവരും അറിയടിക്കുന്ന അതിനെ പറ്റിയാണ്. യെസ്, കുഞ്ഞുങ്ങളെ, അമ്മമാർക്ക് വന്നാൽ കുഞ്ഞുങ്ങളെ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ബാധിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ട്. അതിൽ സിവിയർ ആയിട്ടുള്ള 2 കേസ് റിപ്പോർട്ട്സ് പറയുന്നത് കുഞ്ഞിന്റെ ലിവറിനെ ഇത് ബാധിച്ച് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഇൻഫെക്ഷൻ കാരണം കുഞ്ഞിന്റെ കുടലിൽ ഹോള് വീണ് കുഞ്ഞിന്റെ ഉള്ളിലേക്ക് കുടല് പൊട്ടി അതുവഴി മോഷൻ എല്ലാം കുഞ്ഞിന്റെ വയറിനെ ഉള്ളിലേക്കായി എമർജൻസി ആയി സർജറി ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനത്തെ 2 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതല്ലാതെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? പ്രീടേം ലേബർ, അതായത് നേരത്തെ അമ്മയ്ക്ക് പെയിൻ വരാം. പ്രിമച്ചർ റപ്ചർ ഓഫ് മെംബ്രെയിൻ, അതായത് വെള്ളം നേരത്തെ തന്നെ പൊട്ടിപ്പോവാം. നേരത്തെ തന്നെ അബ്രപ്ഷൻ, അതായത് നേരത്തെ തന്നെ മറു, കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ടാണ് സാധാരണ മറു സെപ്പറേറ്റ് ചെയ്ത് വരുന്നത്. ഇത് നേരത്തെ തന്നെ ഉള്ളിൽ മറു സെപ്പറേറ്റ് ചെയ്ത് പോവുകയും അത് കാരണം ഉള്ളിലേക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാവുകയും അമ്മയ്ക്ക് ബ്ലീഡിങ്ങും പെയിനും ഉണ്ടാവുകയും കുഞ്ഞ് ഉള്ളിൽ വെച്ച് മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനും വരാൻ സാധ്യതയുണ്ട്. കുഞ്ഞ് ഉള്ളിൽ മഷിയിടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ വെച്ച് കുഞ്ഞ് മരിച്ചു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ ഇവരുടെ അടുത്ത് നമ്മൾ എപ്പോഴും കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധിക്കാൻ പറയും. നമ്മൾ സ്കാൻ ചെയ്ത് കുഞ്ഞിന്റെ ഗ്രോത്ത് എല്ലാം നോക്കും.
കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യാനുള്ള CTG എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യും. കുഞ്ഞ് നോർമൽ ആണ് എന്ന് ഉറപ്പുവരുത്തും എന്നുള്ളതാണ്. ഇനി അമ്മയുടെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് ഒന്ന് ലിവർ ജോണ്ടിസ് ഭയങ്കര സിവിയർ ആയിട്ട് വരാം, അത് കാരണം ഉണ്ടാകുന്ന ക്ഷീണം ഉണ്ടാകാം, ഫുഡ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം, പിന്നെ ലിവർ ഫെയിലിയർ വരെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഗർഭിണികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരാൾക്ക് ഇൻഫെക്ഷൻ വന്നു, ഗർഭിണികൾ ആ വീട്ടിൽ ഉണ്ടാകാം. അവരെന്ത് ശ്രദ്ധിക്കണം? ആ ആളിനെ ഐസൊലേറ്റ് ചെയ്യുക. ആ ആളിന്റെ ഛർദി അല്ലെങ്കിൽ മോഷൻ പോകുന്നതൊന്നും ഇവർ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. അവർ കഴിക്കുന്ന ഭക്ഷണം സെപ്പറേറ്റ് ആക്കി വെക്കുക. അവരുടെ അടുത്ത് പോയി അടുത്ത് ഇടപഴകുന്ന സ്വഭാവങ്ങൾ നിർത്തുക. പ്രത്യേകിച്ച് ഇത് കുഞ്ഞു കുട്ടികൾക്ക് വരുമ്പോൾ നമ്മൾ ആ പുറത്തറിയത്തില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോഴാണ് പെട്ടെന്ന് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് ഈ ഇൻഫെക്ഷൻ കിട്ടുന്നത്. ഇൻഫെക്ഷൻ കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണം ഇൻഫെക്ഷൻ കിട്ടി ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് പ്രഗ്നൻസിയിൽ വാക്സിനേഷൻ എടുക്കാം. ഹെപ്പറ്റൈറ്റിസ് A വാക്സിൻ പ്രഗ്നൻസിയിലും സേഫ് ആണ്. നമുക്ക് 2 ഡോസ് വാക്സിൻ ആയിട്ട് എടുക്കാം. ടോട്ടലി നമുക്ക് അസുഖം വരുന്നത് തടയാൻ പറ്റില്ല എങ്കിലും നമുക്ക് ഒരു പരിധി വരെ അതിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാം, അതിന്റെ സിവിയറിറ്റി കുറയ്ക്കാം എന്നുള്ളതാണ് വാക്സിൻ കൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജ്. ഇതല്ലാതെ ഹെപ്പറ്റൈറ്റിസ് എയുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ട്. അത് അവൈലബിലിറ്റി കുറവാണ്. അതുമല്ല അതിന് ഭയങ്കര കോസ്റ്റ്ലിയാണ്, വില കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം അവൈലബിലിറ്റി ഇല്ല. അപ്പൊ ഇനി അസുഖം വന്നു, നമ്മള് പേഷ്യന്റിനെ നോക്കുമ്പോൾ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ അസുഖം അനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സിക്കുക. ചെറിയ അസുഖമേ ഉള്ളൂ, ചെറിയ മഞ്ഞപ്പിത്തമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് മോണിറ്റർ ചെയ്തുകൊണ്ട് വീട്ടിൽ തന്നെ നിങ്ങളെടുത്ത് ഇരിക്കാൻ പറയും. പ്രത്യേകിച്ച് കുഞ്ഞിന്റെ അനക്കം ശ്രദ്ധിക്കാൻ പറയും, നിറയെ വെള്ളം കുടിക്കാൻ പറയും, കൊഴുപ്പ് കുറഞ്ഞ ആഹാരം കഴിക്കാൻ പറയും, റെസ്റ്റ് എടുക്കാൻ പറയും. എന്തുകൊണ്ട് കൊഴുപ്പ് കുറഞ്ഞ ആഹാരം? കാരണം ലിവർ ഓൾറെഡി ഇൻഫെക്ഷൻ ആയി, ഇൻഫ്ലമേഷൻ ആയി ബുദ്ധിമുട്ടിലിരിക്കുകയാണ്. അതിന്റെ കൂടെ നമ്മൾ കൊഴുപ്പ് കൂടിയ ഭക്ഷണം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതും ദഹിപ്പിക്കാനായിട്ട് ലിവർ എക്സ്ട്രാ പണി ചെയ്യേണ്ടി വരും. അപ്പൊ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ദഹിക്കാൻ പെട്ടെന്ന് പറ്റുന്ന ഭക്ഷണം നമ്മൾ കഴിക്കാൻ പറയും. പനി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പനി അമിതമായി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പാരസെറ്റമോൾ എടുക്കാൻ പറയും. ചെറിയ പനിയാണെങ്കിൽ പാരസെറ്റമോൾ എടുക്കാൻ പറയാറില്ല. കാരണം എക്സ്ട്രാ അതും വീണ്ടും ലിവറിന് വേറെ ജോലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലിവർ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ മൈൽഡ് ആയിട്ടുള്ള അസുഖക്കാർക്ക് ചെയ്യുന്നത്. സിവിയർ ആയിട്ട് ജോണ്ടിസ് ആയി നല്ല രീതിയിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അബ്നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അവർക്ക് പനി ഉണ്ടെങ്കിൽ പനിക്കുള്ള ചികിത്സ, ഛർദി ഉണ്ടെങ്കിൽ ഛർദിക്കുള്ള ചികിത്സ, അതോടൊപ്പം തന്നെ ഡ്രിപ്പ് ഫ്ലൂയിഡ് ഇടും. അത് പ്രോപ്പർ ആയിട്ട് പേഷ്യന്റിനെ ഹൈഡ്രേറ്റ് ചെയ്യാനാണ്, ആ ക്ഷീണം അകറ്റാനാണ്. അവരെടുത്ത് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറയും. അതിനോടൊപ്പം തന്നെ നമ്മൾ പ്രഗ്നൻസിയിൽ അർസോഡിയോക്സികോളിക് ആസിഡ് എന്ന് പറയുന്ന ഗുളികയും സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇവർക്ക് ദേഹത്ത് മുഴുവൻ ചൊറിച്ചിലായിട്ട് ഇവർ വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചൊറിച്ചിലിനുള്ള ട്രീറ്റ്മെന്റും കൊടുക്കാറുണ്ട്. ഇതാണ് എന്ത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് മഞ്ഞപ്പിത്തം വരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ജോണ്ടിസ് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന RBC അഥവാ രക്താണുക്കൾക്ക് ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. അതായത് അവർക്ക് 120 ദിവസം മാത്രമേ ജീവിച്ചിരിക്കാൻ കഴിവുള്ളൂ. 120 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രക്താണുക്കളെ നമ്മുടെ ശരീരത്തിൽ തന്നെ നശിപ്പിക്കും. ഇത് നശിപ്പിക്കുന്നത് നമ്മുടെ ലിവറിലാണ്. ഈ ലിവറിൽ ഇത് നശിപ്പിച്ചു കഴിഞ്ഞ് ഇതിനകത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു പിഗ്മെന്റ് ആണ് ബിലിറുബിൻ എന്ന് പറയുന്നത്. അപ്പൊ നോർമലി തന്നെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ബിലിറുബിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. അതിന് നോർമൽ അളവുണ്ട്. അത് 2 മില്ലിഗ്രാമിന് മേലെ ആവുമ്പോഴാണ് നമുക്കത് മഞ്ഞപ്പിത്തമായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ അമിതമായ അളവിൽ ലിവറിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുന്നത് കാരണം അമിതമായ അളവിൽ ബിലിറുബിൻ ഉണ്ടാവുകയും ഇത് നോർമലി, അതായത് നോർമൽ ഒരാളുടെ ശരീരത്തിൽ ഇത് മൂത്രം വഴിയും മോഷൻ പോകുന്നത് വഴിയും എലിമിനേറ്റ് ചെയ്ത് ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതുവഴി പുറത്തു പോയാലും ബാക്കി രക്തത്തിൽ കയറി, അതായത് രക്തത്തിൽ അമിത അളവിൽ ഉണ്ടാകത്തക്ക രീതിയിൽ ബിലിറുബിന്റെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് മഞ്ഞപ്പിത്തമായിട്ട് അത് പുറത്തു വരുന്നത്. അപ്പൊ അത് എവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും? നമ്മുടെ കണ്ണിന്റെ വെള്ളയിലും നഖങ്ങളിലും നമ്മുടെ സ്കിന്നിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഈ മഞ്ഞ കളർ കാണുന്നത്. അപ്പോ ഹെപ്പറ്റൈറ്റിസ് A ജോണ്ടിസ് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നു? കാരണം ഹെപ്പറ്റൈറ്റിസ് A വൈറസ് ഇൻഫെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്നത് ലിവറിനെയാണ്. അതുകൊണ്ടാണ് ജോണ്ടിസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ലക്ഷണം മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇതിന്റെ ഹെപ്പറ്റൈറ്റിസ് A വൈറസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു. ഇനി എങ്ങനെ ഞാൻ സ്പ്രെഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ നമുക്കിത് തടയാം? എങ്ങനെ തടയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് ഹാൻഡ്ലിങ്, അതായത് വെള്ളം നല്ല സോഴ്സിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക, ഭക്ഷണങ്ങൾ ക്ലീൻ ചെയ്ത് പ്രോപ്പർ ആയിട്ട് കുക്ക് ചെയ്ത ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. അമിതമായി തണുത്ത ഭക്ഷണങ്ങൾ, അതിനകത്ത് ഈ വൈറസ് ജീവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യുക. പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക, അതായത് ഭക്ഷണം കഴിക്കുന്നതിനും അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനും മുന്നേ ശരിയായിട്ട് കൈകാലുകൾ കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം പാകം ചെയ്യാൻ പോവുക. പുറത്തു നിന്നുള്ള ഭക്ഷണം അവോയ്ഡ് ചെയ്യുക. എന്തുകൊണ്ട്? കാരണം പുറത്ത് ആരാണ് ഇത് കുക്ക് ചെയ്യുന്നതെന്നോ
അവരെത്ര വൃത്തിയോടുകൂടിയാണ് ഇത് കുക്ക് ചെയ്യുന്നതെന്നോ നമുക്കറിയില്ല. അവർക്ക് ഈ അസുഖം ഉണ്ടോയെന്നോ നമുക്കറിയില്ല. അപ്പൊ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ കുറയ്ക്കുക. രണ്ടാമത് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ എടുക്കാം. ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ 2 ഡോസാണ് എടുക്കേണ്ടത്. ആദ്യത്തെ എടുത്ത് 6 മാസം കഴിഞ്ഞ് രണ്ടാമത്തെ എടുക്കാം. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു 20 വർഷം, ചിലപ്പോൾ ലൈഫ് ലോങ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയെന്നിരിക്കാം, മിനിമം ഒരു 20 വർഷമെങ്കിലും നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ വരുന്നത് നമുക്ക് തടയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ കുട്ടികൾക്കെല്ലാം ഷെഡ്യൂളിന്റെ ഭാഗമായിട്ട് നമുക്ക് തന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനേഷൻ എടുക്കാവുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടിരിക്കുക, അസുഖമുള്ളവരുമായിട്ടുള്ള കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുക. നമുക്ക് കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവരെ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനേഷൻ കൊടുക്കുക. അമ്മയ്ക്കും പ്രഗ്നൻസി ആണെങ്കിലും ഒരാളുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നന്ദി.